إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അതിഥിയായി പരിശുദ്ധ റമദാൻ കടന്നു വരികയാണ്. ഒരു സാധാരണ അതിഥി വീട്ടിലേക്ക് വരുന്നത് പോലെയല്ല. സമൂഹത്തിൽ കുറച്ചു ഉത്തരവാദിത്വവും മഹത്വവും പദവികളുമൊക്കെയുള്ള ഒരു വ്യക്തി വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, നമ്മളെങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ, പ്രത്യേകിച്ചും ഉയർന്ന തലത്തിലൊക്കെ നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അതിഥികളെ സ്വീകരിക്കുക. അതിന് നമ്മൾ പ്രത്യേകം ഒന്ന് ഒരുങ്ങും, എല്ലാ ചുറ്റുപാടുകളുമൊക്കെ ഒന്ന് നന്നാക്കും. കുറച്ചുകൂടി സുഗന്ധപൂരിതമായ, കാഴ്ചക്ക് ഭംഗിയുള്ള ഒരാനന്ദകരമായ ഒരു സാഹചര്യം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരുക്കും. നല്ല ഭക്ഷണം പ്രത്യേകമായി തയ്യാറാക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു മഹത്വമുള്ള ഒരു അതിഥിയെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കുക. റമദാൻ എന്ന് പറയുന്നത് ഏറെ മഹത്തരമായ, പുണ്യമാക്കപ്പെട്ട, നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു അതിഥിയാണ് യഥാർത്ഥത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇന്നഹു ശഹ്റുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹ്ക്ക് അത്രമേൽ ഇഷ്ടമാണ് ആ മാസത്തെ. ആ മാസത്തെ പ്രവർത്തനങ്ങളെ അള്ളാഹു തആല ആ രീതിയിലാണ് പരിഗണിക്കുന്നത്. ഇന്നഹു ശഹ്റുസ് സബ്ർ വൽ ഇഹ്സാൻ, ആ മാസം ക്ഷമയുടെ, നന്മകളുടെ മാസമാണ്. ശഹ്റുർ റഹ്മ വൽ ഗഫറാൻ, കാരുണ്യത്തിന്റെ, പാപമോചനത്തിന്റെ മാസമാണ്. ശഹ്റുദ് ദുആ വൽ ഖുർആൻ, പ്രാർത്ഥന നിർഭരമായ പരിശുദ്ധ ഖുർആനിന്റെയും ഒക്കെ മാസമാണ്.
ഷഹ്റു തൗബ വൽ ഇത്ഖു മിനൻ നീറാൻ. അതുപോലെ തന്നെ തൗബയുടെ, പാപമോചനത്തിന്റെ, ഇസ്തിഗ്ഫാറിന്റെ, നരകത്തിൽ നിന്ന് ധാരാളം ആളുകൾ മോചിപ്പിക്കപ്പെടുന്ന, രക്ഷപ്പെടുന്ന ഒരു മഹിതമായ മാസമാണ് റമദാൻ എന്ന് തിരുദൂതർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പടിവാതിൽക്കലാണ് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റമദാനിന്റെ പുണ്യങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ ആയുസ്സും ആരോഗ്യവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ബലിയ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് രണ്ടാളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. അതിലൊരാൾ നല്ല കഠിനാധ്വാനിയായിരുന്നു. ഇബാദത്തുകളും കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയോടുകൂടി ദീനീ സേവന രംഗത്ത് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സജീവമായി ഇടപെട്ട ഒരാളായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു യുദ്ധത്തിൽ ഷഹീദായി. ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്ന രണ്ടാമത്തെ വ്യക്തിയും മരണപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായി വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു, രണ്ടാമത് മരണപ്പെട്ട വ്യക്തി ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന്. രണ്ടാമത് ഒരു വർഷം കൂടി ജീവിച്ച വ്യക്തി ഒരു യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ട വ്യക്തിയേക്കാൾ ആദ്യത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ആ രണ്ടാമത് മരണപ്പെട്ട സഹാബി ഒരു വർഷവും കൂടി ജീവിച്ചു. അദ്ദേഹം ഒരു റമദാൻ കൂടി ആയുസ് ലഭിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും അതിലെ ഇബാദത്തുകൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തു. ധാരാളം സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ അദ്ദേഹത്തിന് അനുഷ്ഠിക്കാൻ സാധിച്ചു. അതുമൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ ദറജ കുറച്ചുകൂടി ഉയർത്തിക്കൊടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്വർഗത്തിലെ ദറജകൾ എന്ന് പറയുന്നത് ചിലപ്പോ ആകാശഭൂമികളുടെ അത്രയും ആ ഒരു ദൂര പരിധിയുണ്ട് എന്നൊക്കെ ഹദീസുകളിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും നന്നായി ദുആ ചെയ്യുക. ദീനിന്റെ കാര്യങ്ങൾ നമ്മിലേക്ക് വരുമ്പോ, ദീനിയായ കാര്യങ്ങൾക്ക് ഒരു ഉന്മേഷം വരുമ്പോ, റമദാൻ പോലെ പരിശുദ്ധ ഖുർആനൊക്കെ ഉള്ള നമ്മുടെ അടുപ്പവും ബന്ധവും ഒക്കെ കൂടുമ്പോ, അതിനൊക്കെ വലിയ അവസരങ്ങൾ കിട്ടുമ്പോ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒരു മാസം എന്ന നിലക്ക് കൂടിയാണ് ഈ റമദാനിനെ നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ സുദിനങ്ങളാണ് വരാനുള്ളത്. അത് സന്തോഷിക്കുക തന്നെ വേണമെന്നാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട്, അപാരമായ റഹ്മത്ത് കൊണ്ട്, അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിക്കപ്പെട്ടത്. ആ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസവും കൂടിയാണ് റമദാൻ. അങ്ങനെ കുറെ പുണ്യങ്ങളും നന്മകളും ഒക്കെ സ്വായത്തമാക്കാൻ കഴിയുന്നു എന്നത് തന്നെ വലിയ സന്തോഷമാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഫൽയഫ്റഹു, നിങ്ങൾ സന്തോഷിക്കുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ റമദാനിനെ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവുക. നമ്മളൊരു യാത്ര പോകുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തും അല്ലെ? നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യും, അതിൽ പണമുണ്ടോ നോക്കും, ചാർജ് ഉണ്ടോ നോക്കും, അതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ സെറ്റാക്കും. നമ്മുടെ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ ടിക്കറ്റുകൾ മുൻകൂട്ടി ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വാഹനമാണെങ്കിൽ അതിന്റെ യാത്രക്കുള്ള സജ്ജീകരണങ്ങൾ, അതിന്റെ ടയറ്, മറ്റു ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കും. ആവശ്യമായ ഒരു മുൻകരുതൽ, ഒരു മുന്നൊരുക്കം നമ്മൾ നടത്തും. ഒരു വിദ്യാർത്ഥി, കുട്ടികൾ പരീക്ഷയ്ക്ക് പോവുകയാണ് എങ്കിൽ അതിന്റെ മുന്നേ അതിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി, അതിന്റെ പാറ്റേൺ ഒക്കെ നോക്കി ഒന്ന് പരിശീലിക്കും, ഒന്നൊരു മുന്നൊരുക്കം നടത്തും അല്ലെ? ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാളുടെ സീസൺ അയാൾ മുൻകൂട്ടി മനസ്സിലാക്കി ഓരോ സീസണിലും ആവശ്യമായ മുൻകരുതലുകളും വിഭവങ്ങളും ഒക്കെ ശേഖരിച്ച് ഒന്നൊരുങ്ങും എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ശൈലി തന്നെ. അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ പ്രത്യേകിച്ചും റമദാനിനായി കാത്തിരിക്കുകയാണ്. നമ്മളുടെ ഈ മനസ്സും ശരീരവും ഒക്കെ അങ്ങനെ പ്രാപ്തമാക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മളും ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട്. മഹാനായ മഅല ഇബ്നു ഫദ്ൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട് മുൻഗാമികളെ കുറിച്ച്, കാനൂ യദ്ഉന സിത്തത അശ്ഹുരിൻ അൻ യുബല്ലിഗഹും റമദാൻ. 6 മാസം റമദാൻ കഴിഞ്ഞ് അടുത്ത 6 മാസം പിന്നിട്ടാൽ അവര് പിന്നെ റമദാൻ പ്രതീക്ഷിക്കുകയാണ് എന്നുള്ളതാണ്. റമദാൻ ആകുന്നതിന്റെ തൊട്ട് പുറകിലേക്കുള്ള 6 മാസം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പടച്ചോനെ റമദാനിൽ
ഞങ്ങളെ സാക്ഷിയാക്കണേ, ഞങ്ങളേക്ക് റമദാൻ ആഗതമാക്കണേ എന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. റമദാൻ കഴിഞ്ഞാലോ സുമ്മയദുറൂന സിത്തത്ത അശ്ഹുരിൻ ഐ യതഖബ്ബലഹു മിൻഹും, പടച്ചോനെ റമദാനിൽ ഞങ്ങൾ നമസ്കരിച്ചു, നോമ്പെടുത്തു, സദഖകൾ ചെയ്തു, ധാരാളം ദിക്റുകളും ദുആകളും സ്വലാത്തുകളും പുണ്യങ്ങളും ഫർദും സുന്നത്തൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. പടച്ചോനെ അതൊക്കെ ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണേ എന്ന് അടുത്ത 6 മാസക്കാലം അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പൊ നമ്മുടെ മുൻഗാമികളൊക്കെ ഇതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന് പ്രത്യേകം നമുക്ക് കാണാൻ കഴിയും. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുക എന്നുള്ളതാണ്, നമ്മുടെ ശരീരം വൃത്തിയാക്കുക എന്നുള്ളതാണ്, നമ്മുടെ ചുറ്റുപാടുകൾ നന്നാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ നന്നാക്കിയെടുക്കാൻ ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. മനസ്സിന്റെ ഉള്ളും അതുപോലെ നമ്മുടെ പുറവും ഒക്കെ, അകവും പുറവും ഒക്കെ ശുദ്ധമാക്കുക എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങള് കുറ്റകൃത്യങ്ങളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഉള്ളും പുറവും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നാക്കണം എന്നതാണ്. ചില ആൾക്കാർ പുറത്ത് ഭയങ്കര സെറ്റപ്പാവും, കണ്ടാ ഭയങ്കര ഭക്തനാന്ന് തോന്നും, നല്ല ഡീസന്റാന്ന് തോന്നും. പക്ഷെ സ്വകാര്യതകളിൽ, അവൻ ഒറ്റക്കാവുന്ന സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ അവന്റേതായ ഇടങ്ങളിൽ അവർ മഹാമോശമായിരിക്കും. ചിലപ്പോ തിന്മകൾ ധാരാളം ചെയ്യുന്ന മനുഷ്യനായിരിക്കും. പക്ഷെ ആളുകൾക്കിടയിൽ പുറമോടി കാണിച്ചു പോകുന്ന മനുഷ്യരുണ്ടാവും. അങ്ങനെ നിഫാഖ് കൊണ്ട് ആളുകൾക്കിടയിൽ ഒരു കീർത്തിയൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷേ പടച്ചവനെടുക്കൽ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അകവും പുറവും ഒക്കെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കുക. ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ സയുജ്സൗന ബിമാ കാനൂ യഫ്തരിഖൂൻ, നിങ്ങൾ ചെയ്യുന്ന തിന്മകളുടെ പേരിൽ അതിന്റെ ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ നമ്മെ താക്കീത് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക, നമ്മുടെ ഉള്ളും പുറവുമൊക്കെ ശുദ്ധീകരിക്കുക എന്നതാണ്. രണ്ടാമതായി, റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ തുറക്കുമെന്നാണ്. ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ, ശിർക്ക് ചെയ്യാത്ത എല്ലാ അല്ലാഹുവിന്റെ അടിമകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ കാന ബൈനഹു വ ബൈന അഖീഹി ശഹനാ, തന്റെ സഹോദരങ്ങളുമായി തെറ്റി നിൽക്കാത്ത, ശിർക്ക് ചെയ്യാത്ത മനുഷ്യർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. കാരണം ഈ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോ അത് അവർക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നാണ്. 2 കൂട്ടരെയാണ് അത് റസൂലുള്ളാഹി എണ്ണി പറഞ്ഞു. ഒന്ന്, ശിർക്ക് ചെയ്യുന്നവർക്ക് അതിൽ പ്രവേശിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. രണ്ടാമത്, ഈ പണങ്ങി നിൽക്കുന്നവരെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, തന്റെ മറ്റൊരു സഹോദരനുമായി പണങ്ങി നിൽക്കുന്നവർക്ക് അവിടെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടില്ല എന്നാണ്. എന്തിനാണ് ഈ ജീവിതമെന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ ഇബാദത്തുകൾ എന്തിനാണ് എന്ന് നമ്മൾ ആലോചിക്കുക. എല്ലാം ഇന്നും നാളെയായിട്ട് തീർന്നു പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ എല്ലാ മറ്റു കാര്യങ്ങളും മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക എന്നതാണ്. ജിന്നിലും ഇൻസിലും ഒക്കെ പെട്ടവർ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്താനുള്ള തിരക്കിലാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, എല്ലാ ശൈത്താനീയത്തുകളും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്, കാഴ്ചകളിലുണ്ട്, കേൾവികളിലുണ്ട്. നമ്മുടെ ഇടപെടുന്നിടത്തൊക്കെ ഇത്തരത്തിലുള്ള ശൈത്താനീയത്തുകൾ ഉണ്ടാകും. മനുഷ്യർ നമ്മളെ വഴിപിഴപ്പിക്കുന്നവരുണ്ട്, പിശാച് നമ്മളെ വഴിപിഴപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഒരു ജാഗ്രതയോടുകൂടി കണ്ട് നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ്. വിനോദങ്ങളും സോഷ്യൽ മീഡിയകളും അമിതമായ ഭക്ഷണ ജ്വരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആണെങ്കിൽ അടുക്കളയിലെ തിരക്കുകളുമൊക്കെ നമ്മളൊക്കെ ഒന്ന് ക്രമീകരിക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മുടെ പർച്ചേസുകൾ ഒക്കെ മുൻകൂട്ടി ക്രമീകരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി റമദാനിൽ നമ്മൾ കൂടുതൽ ഇബാദത്തുകൾക്ക് സമയം കിട്ടണം, ദിക്റുകൾക്ക് സമയം കിട്ടണം, ഖുർആൻ പാരായണത്തിന് സമയം കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ സമയം അങ്ങനെ കഴിഞ്ഞുകൂടാൻ കഴിയണം. അതിന് മറ്റു തിരക്കുകളൊക്കെ നമ്മളൊന്ന് ക്രമീകരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അതിന് ഒരുങ്ങുക എന്ന് തന്നെയാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മളെ തന്നെ കൂടുതൽ ശരിയാക്കേണ്ടതുണ്ട്, ഒന്ന് പുതുക്കി പണിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അതാക്കും റമളാൻ, അതാക്കും റമളാൻ, റമളാൻ ഇതാ നിങ്ങളിലേക്ക് സമാഗതമാവുകയാണ്. ഷഹ്റുൻ മുബാറക്, എത്ര അനുഗ്രഹ സമ്പൂർണമായ ഒരു മാസമാണത്. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ, അല്ലാഹു സുബ്ഹാനഹു തആല ആ റമളാനിൽ സാക്ഷിയാകുന്നവർക്കൊക്കെ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശങ്ങളുടെ കവാടങ്ങൾ ഇതാ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുകയായി. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം,
നരകത്തിന്റെ കവാടങ്ങൾ ഇതാ കൊട്ടിയടക്കപ്പെടുകയായി. വതുദല്ലു ഫീഹി മറദത്തു ശയാത്തീൻ, പിശാചുക്കൾ ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഇതാ വരികയായി. ലില്ലാഹി ഫീഹി ലൈലത്തും മിൻ അൽഫി ശഹർ, ആ മാസത്തിൽ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു സമയത്തെ അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്നാണ്. അത്ര മനോഹരമായ പുണ്യകരമായ ഒരു മാസമാണ് നമുക്ക് മുമ്പിൽ വരാൻ പോണത്. ഏറ്റവും നല്ലൊരു ഓഫറിന്റെ കാലം നമ്മളിലേക്ക് വരികയാണ്. അതുകൊണ്ട് നാളേക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. ദുനിയാവിന് വേണ്ടിയൊക്കെ നമ്മൾ ഒരുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട സംഗതിയാണ് നാളേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നുള്ളത്. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആരാ അവിടെ രക്ഷപ്പെടുക? ആരാ നാളെ രക്ഷപ്പെടുക? എനിക്ക് ദുനിയാവിൽ ഒരുപാട് സഹായിണ്ടായി, കുടുംബത്തിൽ കുറെ മെമ്പർമാരുണ്ടായി, മക്കൾ ഒരുപാടുണ്ടായി, സമ്പത്ത് ഒരുപാടുണ്ടായിരുന്നു. ഖുർആൻ പറഞ്ഞു യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങളുടെ മക്കളും സമ്പാദ്യങ്ങളും ഒന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, വളരെ നിർമ്മലമായ കുറ്റകൃത്യങ്ങളില്ലാത്ത വളരെ ശുദ്ധമായ മനസ്സിന്റെ ഉടമകളെ അവർ രക്ഷപ്പെടുന്നതാണ്. അവർ നാളെ രക്ഷപ്പെടും. അല്ലാത്തവർക്കൊന്നും ഉപകാരപ്പെടൂല എന്നുള്ളതാണ്. അതുകൊണ്ട് നാളേക്ക് രക്ഷപ്പെടാൻ നമ്മൾ തഖ്വ ആർജിക്കുക എന്നുള്ളതാണ്. പടച്ചോനെ കുറിച്ച് ഓർക്കുക, പടച്ചോന് വേണ്ടി ജീവിക്കുക, പടച്ചോനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. നോമ്പ് അതിനു കൂടിയാണ്. നോമ്പ് നമുക്ക് തഖ്വ നൽകാനും കൂടിയാണ്. ഖുർആൻ നമ്മളോട് മുഅ്മിനീങ്ങളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ബുലൂഗെത്തിയ, പ്രായപൂർത്തിയ, അത്യാവശ്യം പ്രായബോധമൊക്കെ ഉള്ള, ഉത്തരവാദിത്ത ബോധമുള്ള, വകതിരിവുള്ള മുസ്ലിമായ ഓരോരുത്തർക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്കും അത് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനാണത്? ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. തഖ്വ ആർജിക്കാനാണ്. അല്ലാണ്ട് തടി ശരിയാക്കാന്, ഡയറ്റ് പ്ലാൻ റെഡിയാക്കാന്, അല്ലെങ്കിൽ നമുക്ക് ചെലവ് ചുരുക്കാൻ, അങ്ങനൊന്നുമല്ല. അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള കുറെ സംഗതികളായിരിക്കും. നമ്മുടെ ആരോഗ്യമൊക്കെ കുറെ നന്നാവും, നമ്മൾ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടും. പക്ഷേ നമുക്ക് ആത്യന്തികമായി കിട്ടേണ്ട എന്താണ്? മനസ്സിന്റെ ശുദ്ധിയാണ്, പടച്ചോനെ കുറിച്ചുള്ള ബോധമാണ്. നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ ആ ഖൽബുൻ സലീം എന്ന് പറഞ്ഞില്ലേ, ഒരു കുറ്റകൃത്യങ്ങളൊന്നും ഇല്ലാത്ത തെളിഞ്ഞ മനസ്സിനുടമയായി നമ്മൾ അവിടേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ റമദാനിനെ നമ്മൾ സ്വീകരിക്കുക, സ്വാഗതം ചെയ്യുക. അതിനു മുമ്പ് നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക, ജീവിതത്തെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ റമദാനിലേക്ക് നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങുക, അതിന് സമയമായിട്ടുണ്ട്. ഒന്ന് തൗബയാണ്, മനസ്സ് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. കർമ്മങ്ങളിൽ വന്ന പോരായ്മകൾ, നമ്മുടെ ഇടപെടലുകളിലും ഇടപാടുകളിലും ഒക്കെ വന്ന പോരായ്മകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അത് പരിഹരിച്ച് മനസ്സ് ശുദ്ധമാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ പുതുക്കുക, അത് നന്നാക്കുക, പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് റമദാനെ കുറിച്ച് നമ്മൾ നന്നായി പഠിക്കുക. റമദാൻ എന്താണ്, ഇതിന്റെ പ്രതിഫലം എന്താണ്, ഏതൊക്കെ അമലുകളാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ ഏതാണ്, ഏത് സമയത്താണ് നമ്മൾ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റിയത്, ഇബാദത്തുകളുടെ പുണ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മളൊരു പഠനം നടത്താം. എന്നിട്ട് അതിനുവേണ്ടി കൂടുതൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ നല്ല ദൃഢനിശ്ചയം, കഠിനമായൊരു തീരുമാനം എടുക്കുക. ഈ റമദാനിൽ ഇത്ര സമയം ഇന്നത് ചെയ്യണം, ഖുർആൻ ഖത്തം തീർക്കണം, അർത്ഥം ഇത്ര ഭാഗം പഠിക്കണം എന്നൊക്കെയുള്ള ഒരു കുറച്ച് തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. ജമാഅത്ത് നമസ്കാരം ഒറ്റൊന്നും മിസ്സാകാതിരിക്കാൻ എന്ത് ചെയ്യണം, ഇനി ഞാൻ എങ്ങനെ എന്റെ ലൈഫ് പ്ലാൻ ചെയ്യണം, രാത്രി നമസ്കാരങ്ങൾക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, കുറെ കാര്യങ്ങൾ പഠിക്കാൻ എന്ത് ചെയ്യണം എന്നതൊക്കെ നമ്മളൊന്ന് ക്രമീകരിക്കുക. ഇതിനൊരു പ്ലാനിങ്, കൃത്യമായൊരു പ്ലാനിങ് കൂടി ഉണ്ടാക്കിയാൽ നമുക്ക് ഈ റമദാനെ ഇൻഷാ അല്ലാഹ് വളരെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ കഴിയും. കഴിഞ്ഞ റമദാനിന് ശേഷം നോമ്പൊക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. കഴിഞ്ഞ റമദാനിലെ നോമ്പ് ഏതെങ്കിലും നിലക്ക് പൂർത്തീകരിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുകയും എന്തെങ്കിലും ബാധ്യതകൾ നോമ്പെടുക്കാൻ കഴിയാതെ അതിന്റെ ബാധ്യതകളൊക്കെ പൂർത്തീകരിക്കാനുള്ളവർ
അത് ഈ റമദാനിന് മുമ്പായിട്ട് തന്നെ പരമാവധി പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അസുഖബാധിതരായി കുറെ ആളുകൾ പ്രത്യേകിച്ചും ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പള്ളിയിലെ മുമ്പത്തെ ഇമാം അബ്ദുസ്താദ്, അദ്ദേഹത്തിന് ഒരു ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ് KMCT ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ സഹോദരൻ ഹബീബ് റഹ്മാൻ മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും, മക്കളും സഹോദരങ്ങളും പിതാക്കന്മാരും മാതാക്കളും അങ്ങനെ കുടുംബങ്ങളിലൊക്കെയുള്ള പല ആളുകളും ആശുപത്രികളിലും വീടുകളിലുമൊക്കെയായി ചികിത്സയിലുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ എളുപ്പത്തിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഇടമ്പാട്ട് നാസർ PP അബ്ദുൽ നാസർ സാഹിബ്, വളരെ പെട്ടെന്നാണ് അദ്ദേഹം നമുക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയത്. വലിയ ഞെട്ടലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ ഉണ്ടായത്. വലിയൊരു വിടവാണ് അദ്ദേഹത്തിന്റെ മരണം മൂലം നമ്മുടെ മഹലിലും നാട്ടിലും കുടുംബത്തിലുമൊക്കെ ഉണ്ടായത് എന്ന് നമുക്കറിയാം. ഓരോ മരണങ്ങളും നമുക്കൊക്കെ വലിയ പാഠമാണ്. എന്തിനാണ് നമ്മൾ കലഹിക്കുന്നത്? എന്തിനാണ് നമ്മൾ തെറ്റുന്നത്? എന്തിനാണ് നമ്മൾ പരസ്പരം പോരടിക്കുന്നത്? എന്തിനാണ് നമ്മളിങ്ങനെ പിണങ്ങി നിൽക്കുന്നത് എന്നൊക്കെ ഓരോ മരണം വരുമ്പോഴും നമ്മൾ ആലോചിക്കും. അപ്പൊ തോന്നും നമുക്കൊന്ന് ശരിയാകണം, പക്ഷെ പിന്നെയും ഇബ്ലീസ് നമ്മളെ വിടൂല. അപ്പൊ ഓരോ മരണങ്ങളും നമ്മളോടുകൂടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നമുക്ക് ചിലത് ശരിയാക്കാനായിരിക്കും, ചിലത് തിരുത്താനായിരിക്കും, ചിലത് കൂടുതൽ ചെയ്യാനായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം, നമ്മളോട് നഫ്സിനോട് തന്നെ ഓരോന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മഹലിൽ നന്മകൾക്ക് വേണ്ടി ഓടി നടന്ന, മുന്നിൽ നടന്ന ഒരു നേതാവ് ആണെങ്കിൽ പോലും അതിന്റെ ഒരു പരിവേഷവും ഏറ്റെടുക്കാതെ എല്ലാത്തിലും ഇടപെട്ട ഒരു വ്യക്തിത്വമായിരുന്നു നാസർ സാഹിബ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രബോധന രംഗത്ത്, സേവന കാര്യങ്ങൾക്ക്, കാരുണ്യ രംഗത്ത്, മതപരമായും രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും സാമുദായിക രംഗത്തൊക്കെ, സംഘടനാ പ്രാസ്ഥാനിക രംഗത്തുമൊക്കെ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ പള്ളിയുടെ വിഷയത്തിൽ, മദ്രസയുടെ വിഷയത്തിലൊക്കെ അദ്ദേഹം ചെയ്ത നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ അത് ബോധ്യപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം. ആരെയും ബോധ്യപ്പെടുത്താനായിരുന്നില്ല, വളരെ നിസ്വാർത്ഥമായി തന്നെ അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞായറാഴ്ചകളിലൊക്കെ കുട്ടികൾക്ക് കുറച്ചുകൂടി മദ്രസ ക്ലാസ് എടുക്കാൻ വേണ്ടി അദ്ദേഹം ചായയും കടിയൊക്കെ ഏർപ്പാടാക്കി വീട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം തന്നെ അത് ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്ന സന്ദർഭങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. മദ്രസയിലെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം, കേരളത്തിൽ തന്നെ ഒരു മദ്രസയ്ക്ക് വേണ്ടി മാത്രമായി കുട്ടികളെ ഖുർആൻ പഠിക്കാനും തജ്വീദ് കൃത്യമാക്കാനും അത് നിരന്തരമായി അങ്ങനെ കുട്ടികൾക്ക് ആസ്വാദ്യകരമാക്കാനൊക്കെ ഒരു സ്മാർട്ട് ഡിജിറ്റൽ ക്ലാസ് റൂം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ കുറച്ചു മുമ്പാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് ആലോചനകളും ഒരുപാട് കാഴ്ചപ്പാടുകളും പ്രൊഫഷണൽസുമായുള്ള ഒരുപാട് ചർച്ചകളും മീറ്റിങ്ങുകളും അതുപോലെ അതിന് പണം കണ്ടെത്താനൊക്കെയുള്ള അധ്വാനമൊക്കെ നമ്മൾക്കറിയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ സുഹൃതങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, മദ്രസകളൊക്കെ കുറച്ചുകൂടി ജനകീയമാക്കി, കുട്ടികളെ കുറച്ചുകൂടി മദ്രസയോട് അടുപ്പിക്കാൻ ആവശ്യമായ യാത്രകളും കായിക വിനോദങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു നിരന്തരമായ ഒരു ജാഗ്രത ആ വിഷയത്തിൽ അദ്ദേഹം പുലർത്തിയിരുന്നു. നമ്മുടെ ഇഫ്താറുകളിൽ, നമ്മുടെ ഉദഹിയത്തുകളിൽ, റമദാനിലെ രാത്രി ക്ലാസുകൾക്ക് വേണ്ടിയുള്ള സജീവമാക്കുന്നതിൽ, നമ്മുടെ മറ്റ് ഫിത്ർ സക്കാത്ത് പോലെയുള്ള സംരംഭങ്ങളിൽ, നമ്മുടെ വളണ്ടിയേഴ്സിനൊക്കെ കൂട്ടിപ്പിടിക്കുന്നതിൽ, നമ്മുടെ എല്ലാ വിഭാഗങ്ങളെയും കോർത്തിണക്കുന്നതിലൊക്കെ, പ്രത്യേകിച്ച് കുടുംബത്തിനൊക്കെ വലിയ താങ്ങും തണലായിരുന്നു അദ്ദേഹം. ആ നിലക്കുള്ള ഒരുപാട് ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരുപാട് ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും അദ്ദേഹം പലപ്പോഴും അതൊക്കെ ഉള്ളിലൊതുക്കി അങ്ങനെ പതുക്കെ ക്ഷമിച്ചും സഹിച്ചുമൊക്കെ മുന്നോട്ട് പോയ സന്ദർഭങ്ങൾ പലപ്പോഴും അദ്ദേഹം പങ്കുവെക്കാറുണ്ടായിരുന്നു. ഏതായാലും
വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാനൊക്കെയുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നമ്മൾക്കും ഇതുപോലെ ഒരുപാട് സുഹൃതങ്ങൾ ജീവിതത്തിൽ ബാക്കിയാക്കണം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നന്മകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബർ ജീവിതം വെളിച്ചവും വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പോരായ്മകൾ അള്ളാഹു താല പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിന് നല്ലൊരു പകരക്കാരനെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ മഹല്ലിനുമൊക്കെ നല്ലൊരു പകരക്കാരനെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിനും നമുക്കുമൊക്കെ ക്ഷമയും അതുപോലെ തന്നെ സഹനവും പ്രതിഫലവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ട ഒരു സഹോദരൻ ഖസാന ഹോട്ടലിൽ ജോലി ചെയ്ത മൻസൂർ എന്ന ചെറുപ്പക്കാരൻ, നമുക്കറിയാം പലപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി നമുക്കിടയിൽ ജീവിച്ചു. ഒരു ആക്സിഡന്റിൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടത്. വളരെ ചെറുപ്പമായിരുന്നു. പലരെയും നമ്മുടെ മഹലിലെ പലരോടും നല്ല ബന്ധം പുലർത്തിയിരുന്ന വളരെ ചെറുപ്പക്കാരനായ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരനും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, മരണപ്പെട്ടുപോയ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാ ദോഷങ്ങളും നീ അവർക്ക് പുറത്തു മാപ്പാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നിന്റെ മനോഹരമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നരകത്തിന്റെ കഠിനമായ ശിക്ഷകളിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിന്റെ എല്ലാ സുഹൃതങ്ങളും സ്വായത്തമാക്കി റയ്യാനെന്ന നിന്റെ സ്വർഗീയ കവാടത്തിലൂടെ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി അവശതകൾ വരുന്നവരുണ്ട്, സാമ്പത്തികമായി വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉത്തരം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، اللهم ادخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.